ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ നന്ദി പറയുന്നില്ല എന്ന് ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ മനസ്സുകൊണ്ട് എന്ന് നന്ദി പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഡെത്ത് കാർഡാണ്. ഇന്നലത്തെ കാർഡ്സ് ആർക്കൊക്കെ റെസനേറ്റ് ആയെന്ന് പറയണം കേട്ടോ. ഇന്നലെ കുറച്ച് നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇനി നെഗറ്റീവ് വരുന്ന ദിവസങ്ങളിൽ സ്പ്രെഡ് ചെയ്തിട്ട് വായിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും നെഗറ്റിവിറ്റീസ് എനിക്ക് ഫീൽ ചെയ്യണം, നിങ്ങളത് കാണണ്ടാന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾ സൂക്ഷിക്കണമെന്നോ കരുതലോടെ ഇരിക്കണമെന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ടൈറ്റിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നത്തെ റീഡിങ് നെഗറ്റീവാണ്, വേണ്ടവർ മാത്രം അപ്പോൾ കണ്ടിരുന്നാൽ മതി കേട്ടോ, അല്ലാത്തവർ കാണണ്ട. ഓക്കെ, നിങ്ങൾ വെറുതെ അങ്ങനെ നെർവസ് ആവുന്ന ആളുകളാണെങ്കിൽ വെറുതെ നെഗറ്റീവ് കണ്ടിട്ട് ആ ദിവസം മുഴുവൻ ടെൻഷൻ അടിച്ചിരിക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ 3 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, 6 ഓഫ് വാൺസ്, 6 ഓഫ് വാൺസ്, 7 ഓഫ് വാൺസ്, വീൽ ഓഫ് ഫോർച്യൂൺ, oh my god, 3 of cups, 5 of pentacles, oh my god, 9 of wands, the sun and bottom 10 of wands ആണ്. ബോട്ടം വന്നേക്കുന്ന ക്വീൻ ഓഫ് വാൺസ് ആണ്. ഇത് കൂടുതൽ വാണ്ട് എനർജി ആണെന്ന് തോന്നുന്നു കേട്ടോ, വാണ്ടാണേ. ഓക്കെ, നോക്കാം. ഫസ്റ്റ് കാർഡ് ഡെത്ത് ആണ്. ഡെത്ത് ഞാൻ പറഞ്ഞു ലിറ്ററലി ഇറ്റ്സ് നോട്ട് ഡെത്ത്, ഇത് ഒരു ട്രാൻസ്ഫോർമേഷനാണ്, ഒരു ചേഞ്ചാണ്. ഓക്കെ, നമ്മളിൽ ഉണ്ടായിരുന്ന ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നു, ഒരു സൈക്കിൾ എൻഡ് ആവുന്നു, എൻഡ് ഓഫ് എ സൈക്കിളാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തോ പഠിക്കേണ്ട ഒരു പാഠം, വലിയൊരു പാഠം, നമ്മളിൽ വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു പാഠം നമ്മൾ പഠിച്ച് അതിൻ്റെ ഒരു ഫലം നമ്മുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ കർമ്മയിൽ നിന്ന് മുക്തരാകുന്നു, നമ്മുടെ ലൈഫ് മറ്റൊരു സ്റ്റേജിലേക്ക് കടങ്ങുന്നു എന്നൊക്കെയാണ് ഈ ഡെത്ത് കാർഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെത്ത് കാർഡ് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ചില ബ്ലോക്കേജുകളായിരിക്കാം, ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, മറ്റുള്ളവരുടെ കണ്ണേറായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള അപവാദ പ്രചരണങ്ങളോ അവർക്ക് നിങ്ങളോടുള്ള മോശം അഭിപ്രായങ്ങളോ ഒക്കെ ആയിരിക്കാം. ഇതിൽ എന്ത് കർമ്മയിലൂടെയാണോ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ആ കാർമിക് സിറ്റുവേഷൻ എൻഡാവുന്നതായിട്ട് നിങ്ങളൊരു പുതിയ സൈക്കിളിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പം ഡെത്ത് ആവുകയും അതേസമയം അത് മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് റീബർത്ത് എടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ കാർഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നൊരു ട്രാൻസിഷൻ ഇതാണ്. അപ്പോൾ നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുന്നുണ്ടായിരിക്കും, നിങ്ങൾ ഇതുവരെ ചിന്തിച്ചതിൽ നിന്ന് മാറി ചിന്തിക്കുന്നുണ്ടായിരിക്കും, ചില കാര്യങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നുണ്ടായിരിക്കും, അതുപോലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ട പക്ഷേ നിങ്ങളത് ഹോൾഡ് ചെയ്തേക്കുവാണെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങൾ ഇന്ന് അതെടുത്ത് മാറ്റുന്നതായിട്ട് കാണുന്നത്. അതാണ് ഡെത്ത് കാർഡ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഡെത്ത് കാർഡിനൊരു ക്ലാരിറ്റി നോക്കിക്കാം, എന്തുകൊണ്ടാണ് ഡെത്ത് കാർഡ് വന്നേക്കുന്നത്. ഇന്നലത്തെ വീഡിയോ ആർക്കൊക്കെ റെസനേറ്റ് ആയെന്ന് പറയണം കേട്ടോ. ഇന്നലെ 5 ഓഫ് പെൻറ്റക്കിളിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫിസിക്കൽ എയിൽമെൻറ്റ്സ് ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കൊക്കെ റെസനേറ്റ് ആയെന്ന് പറയണേ. ഇതാണ് ഡെത്ത് കാർഡ് വന്നേക്കുന്നത്. ഹീറോ ഫെൻറ്റും നൈറ്റ് ഓഫ് സോഡ്സും ആണ്. ഇത് നിങ്ങൾക്ക് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അത് ഈ പുതിയ കാര്യം പഠിക്കുക, പുതിയ കാര്യം പഠിപ്പിക്കുക, ടീമായിട്ട് വർക്ക് ചെയ്യുക, അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കാർമിക് ബ്ലോക്കേജ് കിടന്നത് എൻഡായി പോകുന്നതായിട്ടാണ് കാണുന്നത്. നൈറ്റ് ഓഫ് സ്വോർഡ്സ് ആണ് വന്നിട്ടുള്ളത്. അത് നൈറ്റ് ഓഫ് സ്വോർഡ്സ് വെച്ചാൽ നിങ്ങളതിൽ മുന്നോട്ട് പോകുന്നു, ഒരു ആക്ഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അവിടെ ഒരു പേടി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു, നിങ്ങൾ എന്തോ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു പേടി ഉണ്ടായിരുന്നു. ആ പേടിയുടെ ഡെത്താണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് അവിടെ ഒരു പുതിയ ഫ്രഷ് ന്യൂ സ്റ്റാർട്ടുണ്ട്. നിങ്ങൾ വളരെ വേഗത്തിൽ ആക്ഷൻ എടുത്ത് അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്തോ ഒരു പേടിയുടെ പേരിൽ നിങ്ങൾ നടത്താതിരുന്നത് ഇന്ന് നിങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. പുതിയൊരു പഠനം, നിങ്ങൾ പേടിച്ച് മാറുന്നൊരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ ഡെത്ത് കാർഡ്. അപ്പോൾ നിങ്ങളുടെ ഒരു ബ്ലോക്കേജ് ആയിരുന്നു, അത് പഠിക്കാൻ പറ്റാതിരുന്നത് നിങ്ങളുടെ ബ്ലോക്കേജ് ആയിരുന്നു. ഇന്നേ ദിവസം ആ ബ്ലോക്കേജ് മാറി നിങ്ങൾ പുതിയ പഠനത്തിലേക്ക് പോകുന്നു, നിങ്ങൾ എന്തോ പഠിക്കാൻ പോകുന്നു എന്നാണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് പുതിയ പഠനത്തിൻ്റെ മേഖലയാണ് കേട്ടോ, പുതിയ സ്കില്ല് ആർജിക്കുക എന്നുള്ളതാണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് ഇത് തന്നെ സെയിം, നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുക. ഗൈഡൻസ് എന്ന് വെച്ചാൽ മൂന്നാമതൊരാളിൽ നിന്ന് 3 ഓഫ് പെൻറ്റക്കിൾ അല്ലേ, മൂന്നാമതൊരാളിൽ നിന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുക.
ഒരാളുടെ കീഴിൽ നിങ്ങളൊരു വിദ്യ അഭ്യസിക്കുക, ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക, ഒരു സ്കില്ല് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത തലത്തിലേക്ക് പോവുക, നിങ്ങൾ പുതിയ മധ്യസ്ഥതയിൽ പുതിയ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മധ്യസ്ഥതയിൽ പരിഹരിക്കപ്പെടുക, നിങ്ങൾ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഗൈഡൻസ് ആയിട്ടോ ഒരു ആളെ മീറ്റ് ചെയ്യുന്നു, അവരിൽ നിന്ന് ഗൈഡൻസ് എടുക്കുന്നു. ഇതൊക്കെയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. മോസ്റ്റ്ലി ഇത് പുതിയ കാര്യം പഠിക്കുന്നു എന്നാണ്. ഇത് ആർക്കൊക്കെ റെസണേറ്റ് ആവുമെന്ന് എനിക്കറിയാം. പുതിയ കാര്യം പഠിക്കാൻ തുടങ്ങുന്ന കുറച്ച് ആളുകൾ ഇന്നേ ദിവസം ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ലൈഫിലെ ഒരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷനാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പുതിയ കാര്യം പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് ഇന്ന് നിങ്ങളുടെ കാർഡ് തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. ആ ഫസ്റ്റ് കാർഡിൻ്റെ ക്ലാരിറ്റിയിലും 3 ഓഫ് പെൻറ്റക്കിൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബ്ലോക്കേജ്, ഇത് പഠിക്കാനുള്ളൊരു പേടി, ഒരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നത് ഇന്ന് ഡെത്തായി നിങ്ങൾ പുതിയൊരു പഠനത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ദെൻ 6 ഓഫ് വാണ്ട്സ് വെച്ചാൽ നിങ്ങളൊരു പാഷനാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റിൽ നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അതിൻ്റെ ഒരു ആദ്യ ഘട്ടം ആരംഭിച്ചു, അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു, അവിടെ നിങ്ങൾക്കൊരു പ്രശസ്തി കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ റെക്കഗ്നൈസ്ഡ് ആകുന്നു എന്നുള്ളതാണ് 6 ഓഫ് വാണ്ട്സ്. 6 ഓഫ് വാണ്ട്സ് പബ്ലിക് റെക്കഗ്നീഷനാണ്. നിങ്ങളെ മറ്റുള്ളവരെ ആദരിക്കുക, മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളുടെ അറിവും വ്യാപ്തിയും കഴിവും മറ്റുള്ളവർ മനസ്സിലാക്കുക, നിങ്ങളെ ആദരിക്കുക, അതൊക്കെയാണ് 6 ഓഫ് വാണ്ട്സ്. പ്ലസ് ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്ന ദിവസം അവിടെ ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ട്. നിങ്ങളെ കാണുകയോ നിങ്ങൾ അടുത്തിരുന്ന് സംസാരിക്കുകയോ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതാണ് 6 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. ദെൻ 7 ഓഫ് വാണ്ട്സ് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു സാഹചര്യത്തിൽ നിൽക്കുവാണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാനിതെങ്ങനെ ഓവർകം ചെയ്യും, ഞാനിതെങ്ങനെ ഒറ്റയ്ക്ക് പൊരുതി അപ്പുറത്ത് കടക്കും എന്നൊക്കെയുള്ള കുറേ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. അതായത് നിങ്ങളായിട്ട് ചിന്തിച്ചു കൂട്ടിയ കുറേ നെഗറ്റീവ് കാര്യങ്ങൾ, കുറച്ച് സത്യമുണ്ട്, ബാക്കി മുഴുവൻ നിങ്ങളുടെ ഓവർ തിങ്കിങ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രതിബന്ധങ്ങളാണ്. അല്ലാതെ ശരിക്കും അവിടെ വേറെ പ്രതിബന്ധം ഇല്ല. നിങ്ങളാണത് ഓവർ തിങ്ക് ചെയ്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളിലാണ് നിങ്ങൾ എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളോട് അഭിമുഖീകരിക്കുകയാണ്, ഞാനിതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം, എനിക്ക് വയ്യ എന്നൊക്കെ നിങ്ങൾക്ക് ഇന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അങ്ങനെ തോന്നുന്നത് നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് അത് തോന്നാൻ പാടില്ല. അങ്ങനെ ഒരു തോന്നൽ വന്നാൽ ഉടനെ ക്യാൻസൽ. എനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും എൻ്റെ ജീവിതത്തിലില്ല, ഞാൻ തന്നെയാണ് എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടുപിടിക്കേണ്ടത്, ഞാനത് എടുക്കുകയും അത് കൃത്യമായി ഞാനത് സോർട്ട് ഔട്ട് ചെയ്യുകയും ചെയ്യും എന്ന് നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി എന്ന് പറയുന്നു, അന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു പുതിയ ആളാണ്. നിങ്ങളുടെ ഏറ്റവും മഹത്തരമായ നിങ്ങളുടെ ഒരു വേർഷൻ നിങ്ങൾക്ക് പുറത്തെടുക്കാനായിട്ട് പറ്റും. ഇന്നേ ദിവസം അങ്ങനെ ഒരു ദിവസമാണ്. കാരണം തൊട്ടടുത്ത കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. കാരണം അവിടെ ഒരു കാർമിക് സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പാണ്. അതായത് നമ്മൾ പാസ്റ്റ് ലൈഫിൽ നിന്നൊക്കെ ട്രാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കാർമിക് സിറ്റുവേഷൻസ് നിങ്ങളിങ്ങനെ ലൂപ്പ് പോലെ കടന്ന് കറങ്ങുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ പെട്ട ആളാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഇരുന്നു, പക്ഷേ ആ റിലേഷൻഷിപ്പ് ബ്രോക്കൺ ആയിപ്പോയി. ആ റിലേഷൻഷിപ്പ് ബ്രോക്കൺ ആയതിനു ശേഷം പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ റിലേഷൻഷിപ്പുകൾ വരും. അതിൻ്റെ പ്രത്യേകത, ആദ്യത്തെ റിലേഷൻഷിപ്പിലെ ആളിനോട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണോ താല്പര്യം തോന്നിയത്, അയാളുടെ മുഖമാണോ, ശബ്ദമാണോ, സ്വഭാവമാണോ, അല്ലെങ്കിൽ അതിലുള്ള എന്തോ ഒരു ക്വാളിറ്റി കൊണ്ടാണല്ലോ ഇഷ്ടപ്പെട്ടത്, ആ ക്വാളിറ്റികളിൽ ഏതെങ്കിലും ഒരു ക്വാളിറ്റി ഉള്ള ആളായിരിക്കും വീണ്ടും നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. അപ്പോൾ അവരെ നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവാത്തത് കൊണ്ട് അതിൻ്റെ ഒരു പാറ്റേൺ പൂർത്തിയാക്കാൻ വരുന്നവരാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ വീണ്ടും ആദ്യത്തെ ആൾ നിങ്ങളോട് എന്ത് ചെയ്തോ അതേ കാര്യം റിപ്പീറ്റഡ്ലി ഈ ആൾ ചെയ്യും. അപ്പോൾ ഇതൊരു ലൂപ്പാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾ ഇനി എത്ര റിലേഷൻഷിപ്പിൽ പോയാലും ഇത് തന്നെ കടന്ന് ലൂപ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ലൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലൊരു ലൂപ്പിൽ നിന്ന് നിങ്ങൾ മനഃപൂർവ്വം ഒരു തീരുമാനം എടുത്തുനിന്ന് പുറത്ത് കിടക്കുന്നു എന്നുള്ളതാണ് വീൽ ഓഫ് ഫോർച്യൂൺ. അതായത് നിങ്ങളുടെ കാലചക്രം നിങ്ങൾക്ക് അനുകൂലമായി തിരിയുന്നു, ഒരു ടേണിംഗ് പോയിൻറ്റിൻ്റെ ദിവസമാണ്, നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നു, നിങ്ങൾക്കിനി ഭാഗ്യത്തിൻ്റെ ദിവസമാണ്, ലക്കി ചാമിൻ്റെ ദിവസമാണ്, നിങ്ങൾക്ക് ഭാഗ്യമുള്ള ദിവസമാണ്, നിങ്ങൾക്ക് ലോട്ടറിയോ അല്ലെങ്കിൽ ചിട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം ശമ്പളമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് കിട്ടാനുണ്ടായിരുന്ന പണമോ ഏതെങ്കിലുമൊക്കെ പണം, ചിലപ്പോൾ നിങ്ങൾ ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ലോൺ പാസ്സാവുന്നതായിരിക്കാം. അങ്ങനെയുള്ള പണം എന്ന് പറയുന്ന ഒരു ഹൈ എനർജി നിങ്ങളിലേക്ക് ഇന്ന് ധാരാളമായിട്ട് വരുന്നു എന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇന്ന് വളരെ ഭാഗ്യമാണ്, ഫോർച്യൂണിൻ്റെ ദിവസമാണ്, ഭാഗ്യത്തിൻ്റെ ദിവസമാണെന്നാണ് പറയുന്നത്. പക്ഷേ അതെന്തുകൊണ്ട് ആ ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ പ്രപഞ്ചം നിങ്ങളിൽ അടിച്ചേൽപ്പിച്ചിരുന്ന ഒരു കർമ്മ, നിങ്ങൾ മുമ്പ് ചെയ്ത ഒരു തെറ്റിൻ്റെ ഫലം നിങ്ങൾ അനുഭവിച്ച് തീർത്തിരിക്കുന്നു, അതിൻ്റെ ഒരു റിവാർഡ് നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡെത്ത് കാർഡും വീൽ ഓഫ് ഫോർച്യൂണും ഒക്കെ പറയുന്നത് ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങൾ എന്തായി പോകുന്നതാണ്. ഈ ലാസ്റ്റ് കാർഡ് 10 ഓഫ് വണ്ട് പറയുന്നതും അത് തന്നെയാണ്. നിങ്ങൾ ആ കാർമിക് സൈക്കിളിൻ്റെ ലാസ്റ്റ് സെഷനിൽ നിന്നുകൊണ്ട് ഭയങ്കര പെയിൻ അനുഭവിക്കുന്ന കാർഡ് തന്നെയാണ് അത്. നെക്സ്റ്റ് 3 ഓഫ് കപ്സ് ആണ്. 3 പേര് ചേർന്ന് ഫ്രണ്ട്ഷിപ്പാണ്, സെലിബ്രേഷനാണ്,
3 പേര് ചേർന്ന് എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുക. 2 പേരുണ്ടായിരുന്നിടത്തേക്ക് മൂന്നാമതൊരാൾ വന്ന് ജോയിൻ ചെയ്യുക. അവിടെ 3 പേര് ചേർന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക, കൊളാബറേഷൻ. പിന്നെ നിങ്ങൾ 3 പേര് ചേർന്നിട്ട് ഒരു സംരംഭം ആരംഭിക്കുക. ഇതൊക്കെയാണ് 3 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്ന 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് പറയുമ്പോഴത്തേക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ഒരു നഷ്ടബോധം തോന്നുക, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പെയിൻ അനുഭവിക്കും. ഇപ്പം നമ്മളെപ്പോഴും പറയും 5 ഓഫ് പെൻറ്റക്കിൾ വരുമ്പം നിങ്ങൾക്ക് കാലിനായിരിക്കാം, കൈക്കായിരിക്കാം, ഷോൾഡറിന്, കഴുത്തിന്, ഇവിടെയൊക്കെ പെയിൻ അനുഭവിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. മോസ്റ്റ്ലി അത് നിങ്ങളുടെ ഇന്നർ കോൺഫ്ലിക്റ്റിനെ ബോഡി റിലീസ് ചെയ്യുന്നത് ശാരീരികമായിട്ടുള്ള വേദനകളിലൂടെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കുറേയൊക്കെ നിങ്ങൾക്ക് പെയിനായിട്ട് വരുന്നത് എന്തെങ്കിലുമൊക്കെ പെയിൻ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ സ്ട്രെസ്സിനെ ബോഡി റിലീസ് ചെയ്യുന്ന രീതിയാണത്. പിന്നൊന്ന്, നിങ്ങൾക്ക് ആവശ്യത്തിന് പണം കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പണം ഇല്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ ഒരിക്കലും പണം നിങ്ങളിലേക്ക് വരത്തില്ല. അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്നിലേക്ക് ധാരാളം പണം ആകർഷിക്കപ്പെടുന്നു, ഞാൻ പണത്തിനെ ആകർഷിക്കുന്നു എന്നാണ് പറയേണ്ടത്. അല്ലാതെ അയ്യോ ഇല്ലേ എൻ്റെ കയ്യിലെങ്ങും ഇല്ലേ, അയ്യോ എന്നിൽ 5 വയസ്സിൽ, അങ്ങനെ പറയുകയേ ചെയ്യരുത്. എപ്പോഴും ഉണ്ട്, എൻ്റെ കയ്യിൽ ധാരാളമായി പണം എന്നിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അങ്ങനെയാണ് നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ 5 ഓഫ് പെൻറ്റക്കിൾസ് ഒരു പുവർ മണി മൈൻഡ് സെറ്റാണ്. പണമില്ല എന്ന് നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ ദിവസമാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ്. അതുപോലെ മണി ലോസിൻ്റെ ദിവസമാണ്. പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അത് പണമായിട്ട് നഷ്ടപ്പെടുന്നതായിരിക്കാം, വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ വെറുതെ ഇന്ന് കൊണ്ടുപോയിട്ട് എന്താ പൈസ കിട്ടിയതല്ല എന്നിങ്ങനെ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു നഷ്ടം ഉണ്ടാക്കി വെക്കുന്നതാകാനും സാധ്യതയുണ്ട്. ഇതാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ്. മോസ്റ്റ്ലി ഇത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സും പെയിനും ഒക്കെയാണ് കേട്ടോ. അത് പറഞ്ഞ പോലെ കൈയൊക്കെ ആയിരിക്കും, വയറായിരിക്കാം. ഇതൊക്കെയാണ് 5 ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. മൂഡ് സ്വിങ്സും ഉണ്ട് കൂട്ടത്തിൽ. ദെൻ 9 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, നമ്മളൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ നമുക്കതിലൊരു സംശയം തോന്നുവാണ്, ഞാൻ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണോ, എനിക്കൊരു പേടിയുണ്ട്. ഞാൻ മുൻപ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ വീണ്ടും ആ പ്രശ്നങ്ങൾ ആവർത്തിക്കുമോ എന്ന് നമ്മൾ പേടി വരത്തില്ല ചില കാര്യങ്ങളിൽ. അത്തരത്തിലൊരു പേടിയിൽ നിങ്ങൾ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ആ പേടിയുടെ എനർജിക്ക് എപ്പോഴും എനർജി കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കാൻ പാടില്ല, ഒരു കാര്യത്തിനും പേടിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് ആ പേടി എന്ന് നോക്കിയിട്ട് ആ പേടിയിലേക്ക് ഇറങ്ങി ചെല്ലുവാണ് ചെയ്യേണ്ടത്. ചില ആളുകൾക്ക് ഇരുട്ട് പേടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സമയത്ത് ഇരുട്ടത്ത് ഇരുന്ന് നോക്കണം, ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇരുട്ടത്ത് ഇരുന്ന് നോക്കണം, എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ. അപ്പോൾ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല, കുറച്ച് അടുത്ത നെക്സ്റ്റ് ടൈമിൽ അത് കുറച്ചും കൂടെ സമയം ദീർഘിപ്പിച്ച് നോക്കുക, ഒന്നും സംഭവിക്കുന്നില്ല, വീണ്ടും നോക്കുക. അപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ മനസ്സിൻ്റെ മാത്രം ചിന്തയാണ്. അപ്പോൾ നമ്മൾ ആ മനസ്സിൻ്റെ ഭയത്തിനെയാണ് നമ്മൾ കീഴടക്കേണ്ടത്. അപ്പോൾ നമുക്കതിലോട്ട് ഇറങ്ങി ചെന്നാൽ മാത്രമാണ് നമുക്കതിൽ നിന്ന് പുറത്ത് കിടക്കാനും പറ്റുള്ളൂ. അപ്പോൾ മനസ്സിലെ പേടികളെ മാറ്റുക. ഇന്നൊരു പേടിയുള്ള പോലെ തോന്നുന്നുണ്ട്, എന്തോ കാര്യങ്ങൾ നിങ്ങൾ പേടിക്കുന്നുണ്ട്. ദെൻ സൺകാർഡാണ്. സൺകാർഡ് കാണുമ്പോൾ ഒരു സന്തോഷമാണ്, ആശ്വാസമാണ്. സണ്ണ് ഏറ്റവും പോസിറ്റിവിറ്റിയുടെ കാർഡാണ്, സക്സസിൻ്റെ കാർഡാണ്. നമ്മൾ വിജയിച്ചു വന്ന് മറ്റുള്ളവർ അംഗീകരിക്കുന്ന ദിവസമാണ്. നമുക്ക് വളരെ നല്ല സന്ദേശങ്ങൾ, നമ്മളെക്കുറിച്ച് നല്ല അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച ന്യൂസുകളൊക്കെ നമ്മളിലേക്ക് വരുന്ന ദിവസമാണ്. വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും. യാത്രയുണ്ടെന്ന് കാണുന്നുണ്ട്, യാത്രയുണ്ട്. അതുപോലെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ ചില പഴയ ഓർമ്മകളിൽ നിങ്ങൾ ഹാപ്പി ആയിരുന്ന നിമിഷങ്ങളുടെ ഓർമ്മകളിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇതൊരു പുതിയ തുടക്കമാണ് കേട്ടോ. ഇതൊരു ഇരുളടഞ്ഞു പോയ കുറേ നാളുകൾക്ക് ശേഷം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടൊരു പുതിയ തുടക്കത്തിലേക്ക് പോവുകയാണ്. അത് നിങ്ങൾക്ക് വളരെ സക്സസ് കൊണ്ടുതരും, നിങ്ങൾക്ക് വളരെ പ്രശസ്തി കൊണ്ടുതരും, നിങ്ങൾ മറ്റുള്ളവരാൽ റെക്കഗ്നൈസ്ഡ് ചെയ്യപ്പെടുമെന്നൊക്കെയാണ് ഈ സൺ കാർഡ് പറയുന്നത്. ലാസ്റ്റ് കാർഡ് 10 ഓഫ് വാണ്ട്സ് ആണ്. ഈ 10 എപ്പോഴും ഒരു സൈക്കിളിൻ്റെ എൻഡാണ്. അത് നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുക, അധികമായി ജോലി ചെയ്യുക, ക്ഷീണിച്ച് പരവശരായിരിക്കുക, എക്സ്ട്രാ എഫേർട്ട് ഇടുക, അതൊക്കെയാണ് കേട്ടോ. അതുപോലെ 10 ഓഫ് വാണ്ട്സ് പറഞ്ഞാൽ ഒരു കാർമിക് സൈക്കിളിൻ്റെ എന്താന്ന് പറഞ്ഞല്ലോ. ഈ കാർമിക് സൈക്കിൾ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ മറ്റു പലരുടെയും കർമ്മം എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ടാരോ റീഡ് ചെയ്യുമ്പോൾ ഈ റീഡ് ചെയ്യാൻ വരുന്ന ആളുകൾ എന്തെല്ലാം ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ആ പറയുന്നതുണ്ടല്ലോ, അവരുടെ കർമ്മം നമ്മൾ കേൾക്കുവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫലം കിട്ടും. ഫലം കിട്ടാൻ മീൻസ് പോസിറ്റീവ് അല്ല നെഗറ്റീവായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിന് നമ്മളതിന് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നത്. ബിക്കോസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് കഥകൾ കേൾക്കുക, ഫ്രീ ആയിട്ട് മറ്റുള്ളവരുടെ കുറ്റം കേൾക്കുക, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് നെഗറ്റീവാണ്, നമുക്കത് കർമ്മയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ മറ്റുള്ളവരുടെ കുറ്റവും അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന പരാതിയും മറ്റുള്ളവർ പറയുന്ന കമ്പാരിസണ്
മറ്റുള്ളവർ വന്നിട്ട് ഒരാളെക്കുറിച്ച് പറയുന്ന കുറ്റമൊന്നും ഒരിക്കലും നമ്മൾ കേൾക്കരുത്, കാരണം അത് നമുക്ക് കർമ്മയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കർമ്മം നമ്മൾ പലയിടത്തുനിന്ന് എടുത്തു വെച്ചേക്കുന്ന ഒരു എനർജിയാണ് ഈ 10 ഓഫ് വാണ്ട്. നമുക്ക് ചില ആളുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് എങ്ങനെയും എൻ്റെ തലയിൽ നിന്ന് പോയാൽ മതി എന്ന് വിചാരിക്കുക. ഓവർ വർക്ക് ചെയ്തിട്ട് മടുത്തിട്ട് എങ്ങനെയും ഇതൊന്ന് തീർന്നാൽ മതി എന്ന് ആലോചിക്കുക. ശരിക്കും ഇന്ന് ഓവർ വർക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. നിങ്ങൾക്ക് ഓഫീസിലാണെങ്കിലും അതല്ല വീട്ടിലാണെങ്കിലും നിങ്ങൾ ഇന്ന് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ സാധ്യതയുണ്ട്, ജോലി ചെയ്യേണ്ടി വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ സന്തോഷത്തോടു കൂടിയല്ല, വളരെ ബുദ്ധിമുട്ടിയാണ് അത് ചെയ്യുന്നത്. എങ്ങനെയും ഒന്ന് ചെയ്താൽ മതി എന്നുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. ചില ആളുകളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളെ ഇന്നും വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ 10 ഓഫ് വാണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് കാർമികമായിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ പെട്ട് നിൽക്കുമായിരിക്കും, അതിൻ്റെ ഒരു എൻഡിലേക്ക് നമ്മൾ വരുന്നു എന്നാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയത്തില്ലേ, കെടാൻ പോകുന്ന ദീപം ആളിക്കത്തുമെന്ന്. അതുപോലെയാണ് ഈ കർമിക് സിറ്റുവേഷനൊക്കെ എൻഡാവുന്ന സമയത്ത് നമ്മൾ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അത് എൻഡായി പോകുന്നതിൻ്റെതായ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൂടെ നമ്മുടെ മാനസിക നില കടന്നു പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ നമുക്കതൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇന്നേ ദിവസം എൻ്റെ അടുത്തേക്ക് ഒരു നെഗറ്റീവ് എനർജി വന്നാൽ ഞാൻ സ്വീകരിക്കുന്നില്ല, ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ് എന്ന് നിങ്ങളെ തന്നെ പറഞ്ഞു വെക്കുക. എന്ത് നെഗറ്റീവ് പ്രശ്നം വന്നാലും ഐ ആം ഓക്കെ, ഐ ആം ഹാപ്പി, ഐ ആം പോസിറ്റീവ്, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് നെഗറ്റീവ് ചിന്ത വന്നാലും അതിനെ ക്യാൻസൽ ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ പോസിറ്റീവ് ആയിരിക്കാൻ പറ്റും. പാട്ട് കേൾക്കുക, ഇഷ്ടമുള്ള ഈ ശോകമുഖമായ പാട്ടുകളൊന്നും കേൾക്കരുത്, നല്ല അടിപൊളി പാട്ട് കേൾക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. പറ്റുമെങ്കിൽ പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അതൊക്കെ ചെയ്യുക, കൊച്ചു കുട്ടികളോടൊപ്പം കളിക്കുക. ഇതൊക്കെ നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടുന്ന കാര്യമാണ് കേട്ടോ. ഇനി ഒഴുകുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. ഒഴുകുന്ന വെള്ളം പോയി നോക്കിയിരിക്കുന്നത് നല്ലൊരു എനർജി ആയിരിക്കും. കാറ്റ്, പ്രകൃതിയിലേക്ക് ഇറങ്ങി കാറ്റടിക്കുന്ന ഈ ചലനങ്ങൾ കാണുന്നത് എപ്പോഴും പോസിറ്റീവാണ് കേട്ടോ. അതുപോലെ ഫ്രൂട്ടുള്ള മരങ്ങളെ കെട്ടിപ്പിടിക്കുന്ന വളരെ നല്ലൊരു പോസിറ്റിവിറ്റിയാണേ. ലാസ്റ്റ് കാർഡ് വന്നേക്കുന്നത് ക്വീൻ ഓഫ് വാൺസ് ആണ്. അപ്പം നമ്മളിന്ന് വളരെ എനർജറ്റിക് ആയിരിക്കും, നമ്മുടെ ചിന്താഗതികൾ കുറച്ച് മറ്റുള്ളവരെക്കാൾ വ്യത്യാസമായിരിക്കും. നമ്മൾ വളരെ ഉദാത്തമായ ചിന്താഗതികളുള്ളവരായിരിക്കും, ഒരു ഹൈലി എലൈറ്റഡ് സോളാണ്. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിട്ട് നമ്മൾ വലിയ മാറ്റങ്ങളിൽ പരിവർത്തനപ്പെട്ടിട്ടുള്ളൊരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഒരു ഫെമിനൈൻ എനർജിയാണ്. ആണായാലും പെണ്ണായാലും ഒരു ഫെമിനൈൻ മാസ്കുലിനിറ്റി ഉള്ളൊരു ഫെമിനൈൻ എനർജിയാണ്. അപ്പോൾ അത്തരത്തിൽ മാറി ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നു, അതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു, പുതിയ തലത്തിലെ ഉയർച്ചയിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനത്തിൻ്റെ കാലത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. നിങ്ങൾ പുതിയ എന്തോ ഒരു കാര്യം പഠിക്കാനായിട്ട് പോകുന്നു, അതാണ് മേജർ. കാരണം 3 ഓഫ് പെൻറ്റക്കിൾ എന്നുള്ള കാർഡ് നമ്മൾ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്ന് പണം വന്ന് നിറയുന്നു എന്ന് കാണുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്, ലോട്ടറി അടിക്കാനും ചിട്ടി അടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സാലറി കിട്ടുന്നതായിരിക്കാം, കിട്ടുകയെന്ന് വിചാരിച്ച് പൈസ കിട്ടുന്നതായിരിക്കും, അങ്ങനെ പണം വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ മാത്രം കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് റീഡിങ് വീഡിയോ എടുത്ത് തന്നിട്ടാണ് ഞാൻ നിങ്ങളെടുത്ത് ലൈക്ക് ചെയ്യാൻ പറയുന്നത്, അല്ലാതെ വെറുതെ വന്നിട്ട് ലൈക്ക് ചെയ്യാൻ പറയുന്നതല്ലല്ലോ. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഹൈപ്പ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.